ശ്രേണിയിലെ തെറ്റായ സംഖ്യ ഏത്? നമുക്കൊരു ശ്രേണി തന്നിട്ടുണ്ട്, ഒരു സീക്വൻസ് തന്നിട്ടുണ്ട്. ഇതിലത്തെ തെറ്റായ സംഖ്യ കാണണം. അതായത് ഈ ശ്രേണിയിലെ സംഖ്യകൾ തമ്മിലൊരു ബന്ധം ഉണ്ടാവും. ഈ ശ്രേണിയിലെ സംഖ്യകൾ തമ്മിലൊരു ബന്ധം ഉണ്ടാവും. ആ ബന്ധം പാലിക്കാത്തൊരു സംഖ്യ ഇതിലുണ്ടാവും. ആ ബന്ധം പാലിക്കാത്ത സംഖ്യ അത് നമുക്ക് കാണണം. ഇതിലത്തെ ആദ്യത്തെ സംഖ്യ എടുക്കുക. ഈ ശ്രേണിയിലത്തെ ആദ്യത്തെ സംഖ്യ എത്രയാണ്? 6. അതിനെ നമുക്ക് 2 കൊണ്ട് ഗുണിച്ച് 2 കുറച്ച് നോക്കൂ. ആദ്യത്തെ സംഖ്യ എടുത്തു, 2 കൊണ്ട് ഗുണിച്ച് 2 കുറയ്ക്കുക. 6 2 11 2 കുറച്ചാൽ 10. അടുത്ത സംഖ്യ കിട്ടി. അടുത്ത സംഖ്യ എടുക്കുക 10. അതിനെ 3 കൊണ്ട് ഗുണിച്ച് 3 കുറയ്ക്കുക. 10 × 3 30 3 കുറച്ചാൽ 27. അടുത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ എടുത്ത് 2 കൊണ്ട് ഗുണിച്ച് 2 കുറച്ചു, അടുത്ത് 3 കൊണ്ട് ഗുണിച്ച് 3 കുറച്ചു. അപ്പോൾ ഇനി 27 എടുത്തിട്ട് അതിനെ 4 കൊണ്ട് ഗുണിച്ച് 4 കുറയ്ക്കുക. 27 × 4 നമുക്ക് 4 7 28, 4 2 8 2 10 108 എന്ന് വരും. 108 4 കുറച്ചാൽ 104 എന്ന് വരും. നമുക്കിവിടെ 105 കിട്ടുന്നില്ല. ഇനി അടുത്തത്, അപ്പം 105 ഇവിടെ തെറ്റായിട്ട് എഴുതിയിരിക്കുന്നത്. 104 ഈ സ്ഥാനത്ത് വരേണ്ടത്. അപ്പോൾ അതെടുത്ത് നോക്കുക. ഇനി 104 ഇനി എന്താ ചെയ്യേണ്ടത്? 2 3 4 5 കൊണ്ട് ഗുണിച്ച് 5 കുറയ്ക്കുക. 104 × 5 എത്ര വരും? 520 വരും. 104 × 5 520 5 കുറച്ചാൽ 515 കിട്ടുന്നുണ്ട്. 515 എടുത്തിട്ട് × 6 കുറയ്ക്കണം. 6 ഇത് ഗുണിക്കുക. 515 × 6 ഗുണിക്കുമ്പോൾ ഇത് 90 വരും. 30 3090 വരും. ഇത് ഗുണിക്കും 3090. 3090 6 കുറച്ചാൽ 3084 അത് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബന്ധം മനസ്സിലായി. പക്ഷേ ഈ ബന്ധം പാലിക്കാൻ ഇവിടെ എന്ത് സംഖ്യ വരണം? 104 വരേണ്ടതിന് പകരം 105. അപ്പോൾ ശ്രേണിയിൽ തെറ്റായ സംഖ്യ എത്രയാണ്? 105.